നമസ്കാരം. ജ്യോതിഷലോകം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് വളരെ ഗൗരവമുള്ളതും എന്നാൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതുമായ ഒരു രഹസ്യമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് ശത്രുക്കളെയാണ്. പക്ഷേ ആരാണ് ശത്രു? നമ്മളോട് നേരിട്ട് വന്ന് വഴക്കിടുന്നവനാണോ ശത്രു? അല്ല, അവൻ വെറുമൊരു എതിരാളി മാത്രമാണ്. അവനെ നമുക്ക് കാണാം, അവനെ പ്രതിരോധിക്കാൻ നമുക്കറിയാം. എന്നാൽ നമ്മൾ യഥാർത്ഥത്തിൽ ഭയപ്പെടേണ്ടത് ഇവരെയല്ല. നമ്മുടെ കൂടെ നടന്ന് നമ്മുടെ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ച് നമ്മുടെ സന്തോഷങ്ങളിൽ ചിരിച്ചുകൊണ്ട് പങ്കുചേർന്ന് ഒടുവിൽ നമ്മളൊന്ന് തിരിഞ്ഞു നിൽക്കുമ്പോൾ നമ്മുടെ മുതുകിൽ കുത്തുന്ന ചിലരുണ്ട്. അവരെയാണ് നമ്മൾ പേടിക്കേണ്ടത്. ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കൾ. ചിലപ്പോൾ അത് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്താകാം, ബന്ധുവാകാം, അയൽവക്കക്കാരാകാം, എന്തിന് നമ്മുടെ വീട്ടിലുള്ളവർ തന്നെയാകാം. ഇവർ പുറമെ കാണിക്കുന്നത് സ്നേഹമായിരിക്കും, പക്ഷേ ഉള്ളിൽ നിറയെ അസൂയയും കുശുമ്പും പകയുമായിരിക്കും. നമ്മൾ തകരുന്നത് കാണാനാണ് ഇവർക്ക് ഏറ്റവും ഇഷ്ടം. അതിനുവേണ്ടി ഇവർ എന്ത് മാർഗവും സ്വീകരിക്കും. കൂടോത്രമോ, മന്ത്രവാദമോ, കരിങ്കണ്ണോ, നാവിൻദോഷമോ എന്തുമാകാം. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, എന്തിനാണ് എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന്. യാതൊരു കാരണവുമില്ലാതെ അസുഖങ്ങൾ വരുന്നു, ബിസിനസ് പൊളിയുന്നു, നല്ല രീതിയിൽ പോയിരുന്ന കുടുംബജീവിതം തകരുന്നു, മക്കൾ വഴിതെറ്റുന്നു. ഇതിനൊക്കെ എന്താണ് കാരണം? നമ്മൾ ദൈവത്തോട് ചോദിക്കും, ഞാൻ ആരോടും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ ഭഗവാനെ, പിന്നെ എന്തിനാണ് എനിക്ക് ഈ ഗതി വന്നത് എന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതിനൊക്കെ കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് നേരെ ആരെങ്കിലും ചെയ്യുന്ന ഇത്തരം ദുഷ്കർമ്മങ്ങളായിരിക്കാം. നമ്മൾ പോലും അറിയാതെ നമുക്കെതിരെ നടക്കുന്ന ഗൂഢാലോചനകൾ. ഇത് ചെയ്തത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ടാകും. അങ്ങനെ ഒരു ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ. യാതൊരുവിധ പൂജകളോ ഹോമങ്ങളോ പണച്ചിലവോ ഇല്ലാതെ വളരെ ലളിതമായ ഒരു ഉപായത്തിലൂടെ നിങ്ങൾക്കെതിരെ കൂടോത്രമോ ദുഷ്കർമ്മങ്ങളോ ചെയ്യുന്ന വ്യക്തി ആരാണെന്ന് നിങ്ങൾക്ക് കൃത്യമായി കണ്ടുപിടിക്കാൻ സാധിക്കും. അവരുടെ മുഖം നിങ്ങളുടെ കൺമുന്നിൽ തെളിയും. അതും വെറും 7 ദിവസം കൊണ്ട്. ഇതിനു വേണ്ടത് നിങ്ങളുടെ മനസ്സിന്റെ ഏകാഗ്രതയും വിശ്വാസവും മാത്രമാണ്. ഒരു വെള്ള പേപ്പറും ഒരു പേനയും മാത്രം മതി ഈ സത്യം തിരിച്ചറിയാൻ. പക്ഷേ ഇത് ചെയ്യുന്നതിന് മുൻപ് എനിക്ക് നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ഇതൊരു മുന്നറിയിപ്പായി കണക്കാക്കണം. ഈ കർമ്മം അല്ലെങ്കിൽ ഈ ഉപായം എന്ന് പറയുന്നത് അതീവ രഹസ്യമായി ചെയ്യേണ്ട ഒന്നാണ്. ഇത് നിങ്ങൾ ചെയ്യാൻ പോകുന്നു എന്ന് നിങ്ങളുടെ ഭാര്യയോടോ ഭർത്താവിനോടോ മക്കളോടോ സുഹൃത്തുക്കളോടോ പോലും പറയാൻ പാടില്ല. രഹസ്യമായി വെച്ചാൽ മാത്രമേ ഇതിന് ഫലം കിട്ടുകയുള്ളൂ. രണ്ടാമത്തെ കാര്യം, ഇത് ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തി ആരാണെന്ന് മനസ്സിലാകും. ചിലപ്പോൾ അത് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാകാം. ആ തിരിച്ചറിവ് നിങ്ങൾക്ക് വലിയ വേദന നൽകിയേക്കാം. പക്ഷേ ആരാണ് ആ വ്യക്തി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരിക്കലും ആ വിവരം വെച്ചുകൊണ്ട് അവരോട് വഴക്കിടാനോ പ്രതികാരം ചെയ്യാനോ അവരോട് പോയി ചോദിക്കാനോ പാടില്ല. നീ എന്തിനാണ് എനിക്ക് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കാൻ പോയാൽ അതിന്റെ ദോഷം നിങ്ങൾക്ക് തന്നെയായിരിക്കും. അവർ ചെയ്ത ദുഷ്കർമ്മങ്ങളുടെ ശക്തി ഇരട്ടിയായി നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അതുകൊണ്ട് ശത്രുവിനെ തിരിച്ചറിഞ്ഞാൽ അവരിൽ നിന്ന് മാനസികമായി അകലുക, ജാഗ്രത പാലിക്കുക എന്നത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പ്രതികാരം പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുക. പ്രപഞ്ചശക്തി അവർക്കുള്ളത് കൊടുത്തോളും. ഈ ഒരു സത്യം അല്ലെങ്കിൽ ഈ ഒരു വാക്ക് പാലിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ മാത്രം ഈ വീഡിയോ തുടർന്ന് കാണുക. ഇനി നമുക്ക് ഈ ഉപായം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് വിശദമായി നോക്കാം. വളരെ ശ്രദ്ധിച്ചു കേൾക്കുക. ഓരോ ഘട്ടവും പ്രധാനമാണ്. ആദ്യം തന്നെ ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ഒരു വെള്ള പേപ്പർ, വരകളില്ലാത്ത മറ്റ് എഴുത്തുകളൊന്നുമില്ലാത്ത ശുദ്ധമായ വെള്ള പേപ്പർ വേണം എടുക്കാൻ. കീറിയതോ മുഷിഞ്ഞതോ ആയ പേപ്പർ എടുക്കരുത്. പിന്നെ വേണ്ടത് ഒരു പേനയാണ്. കറുത്ത മഷിയുള്ള പേന തന്നെ വേണം. നീലയോ ചുവപ്പോ പച്ചയോ ഒന്നും പാടില്ല. കറുപ്പ് നിറം ശനിയുടെ നിറമാണ്. നിഷേധാത്മകമായ ഊർജത്തെയും രഹസ്യങ്ങളെയും വെളിപ്പെടുത്താൻ കറുത്ത മഷിക്ക് പ്രത്യേക കഴിവുണ്ട്. അതുകൊണ്ടാണ് കറുത്ത പേന തന്നെ വേണം എന്ന് നിർബന്ധം പറയുന്നത്. പിന്നെ വേണ്ടത് ഒരു മെഴുകുതിരിയാണ്. അത് ഏത് നിറത്തിലുള്ള മെഴുകുതിരിയായാലും കുഴപ്പമില്ല. വെളുപ്പോ മഞ്ഞയോ ചുവപ്പോ ഏതായാലും മതി. പിന്നെ ഒരു അഗർബത്തി അല്ലെങ്കിൽ ചന്ദനത്തിരി. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യം. ഇനി ഇത് എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈ ഉപായം ചെയ്യാൻ എല്ലാ ദിവസവും പറ്റില്ല. മാസത്തിൽ 3 ദിവസങ്ങൾ മാത്രമാണ് ഇതിനായി തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ. ഇംഗ്ലീഷ് മാസത്തിലെ 10, 20, 30 എന്നീ തീയതികളിൽ. ഈ 3 തീയതികളിൽ ഏതെങ്കിലും ഒരു ദിവസം വേണം ഇത് ചെയ്യാൻ. സമയം സൂര്യൻ അസ്തമിച്ചതിന് ശേഷമായിരിക്കണം. രാത്രി സമയം. സന്ധ്യ കഴിഞ്ഞ് അന്തരീക്ഷം ശാന്തമായതിനു ശേഷം ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. നിങ്ങളെ ആരും ശല്യപ്പെടുത്താത്ത സ്വസ്ഥമായി ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക. അത് നിങ്ങളുടെ പൂജാമുറിയാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ കിടപ്പുമുറിയാകാം. എവിടെയായാലും അവിടെ സമാധാനമുണ്ടായിരിക്കണം. ആദ്യം നിങ്ങൾ തിരഞ്ഞെടുത്ത സ്ഥലത്ത് വടക്കോട്ട് അല്ലെങ്കിൽ കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുക. നിലത്ത് ഒരു പായയോ വിരിപ്പോ വിരിച്ച് അതിൽ ഇരിക്കാം. ആദ്യം ചെയ്യേണ്ടത് ആ മെഴുകുതിരി കത്തിച്ചു വെക്കുക എന്നതാണ്. മെഴുകുതിരി കത്തിക്കുന്നത് വെളിച്ചത്തിന്റെ പ്രതീകമാണ്. സത്യം തെളിഞ്ഞു വരാൻ, ഇരുട്ടിനെ നീക്കാൻ, കൂടാതെ ഏഞ്ചൽസ് അഥവാ ദൈവിക മാലാഖമാരുടെ സാന്നിധ്യം നമ്മുടെ ചുറ്റുമുണ്ടാകാൻ വേണ്ടിയാണ് മെഴുകുതിരി കത്തിക്കുന്നത്. മെഴുകുതിരി കത്തിച്ച ശേഷം കണ്ണുകൾ അടച്ച് 2 നിമിഷം പ്രാർത്ഥിക്കുക. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ഏതാണോ ആ ദൈവത്തെ വിളിക്കാം. അതല്ലെങ്കിൽ പ്രപഞ്ചശക്തിയെ വിളിക്കാം. മനസ്സിൽ ഇങ്ങനെ പറയണം:
എന്റെ ജീവിതത്തിൽ എനിക്ക് ദോഷം ചെയ്യുന്ന, എനിക്കെതിരെ ഗൂഢാലോചനകൾ നടത്തുന്ന, ഞാൻ അറിയാതെ എന്നെ തകർക്കാൻ ശ്രമിക്കുന്ന എന്റെ ശത്രു ആരാണെന്ന് എനിക്ക് കാണിച്ചു തരണമേ. ആ വ്യക്തിയെ ഞാൻ തിരിച്ചറിഞ്ഞാൽ ഞാൻ അവരോട് പകരം വീട്ടാനോ വഴക്കിടാനോ പോകില്ല. എനിക്ക് എന്നെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത് ചെയ്യുന്നത്. സത്യം എന്റെ മുന്നിൽ തെളിയട്ടെ. ഇങ്ങനെ ആത്മാർത്ഥമായി ഒരു ഉറപ്പ് പ്രപഞ്ചത്തിന് നൽകുക. ഈ ഉറപ്പ് ലംഘിക്കില്ല എന്ന് മനസാവാച കർമ്മണ പ്രതിജ്ഞ ചെയ്യുക. അതിനുശേഷം കത്തിച്ചു വെച്ച അഗർബത്തി എടുക്കുക. ആ അഗർബത്തിയുടെ പുക കൊണ്ട് നിങ്ങൾ എടുത്തു വെച്ചിരിക്കുന്ന വെള്ള പേപ്പറും കറുത്ത പേനയും ഒന്ന് ശുദ്ധീകരിക്കണം. പേപ്പറിന് മുകളിലൂടെയും പേനയ്ക്ക് മുകളിലൂടെയും അഗർബത്തി ഒഴിയുക. വലത്തോട്ട് വട്ടം ചുറ്റാം, അല്ലെങ്കിൽ വെറുതെ കാണിച്ചാലും മതി. അതിലെ നെഗറ്റീവ് എനർജി മാറാനും ആ വസ്തുക്കൾ ഈ കർമ്മത്തിനു വേണ്ടി തയ്യാറാവാനും വേണ്ടിയാണിത്. ഒഴിഞ്ഞ ശേഷം അഗർബത്തി അവിടെ കുത്തിവെക്കുകയോ അണയ്ക്കുകയോ ചെയ്യാം. ഇനിയാണ് പ്രധാനപ്പെട്ട ഘട്ടം. എഴുതാൻ തുടങ്ങുകയാണ്. വളരെ ശ്രദ്ധയോടെ വേണം ഇത് ചെയ്യാൻ. മനസ്സിൽ മറ്റ് ചിന്തകളൊന്നും പാടില്ല. ശത്രുവിനെ കണ്ടെത്തണം എന്ന ഒറ്റ ചിന്ത മാത്രമേ പാടുള്ളൂ. ആദ്യം പേപ്പറിന്റെ ഏറ്റവും മുകളിൽ നിങ്ങളുടെ പേരെഴുതണം. നിങ്ങളുടെ പേര് എന്ന് പറയുമ്പോൾ വീട്ടിൽ വിളിക്കുന്ന പേരോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റിലെ പേരോ ഏതായാലും കുഴപ്പമില്ല. നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന പേരെഴുതേണ്ടത് ഒരു പ്രത്യേക രീതിയിലാണ്. ആദ്യം പേരെഴുതുക. അതിന് നേരെ മുൻപിലായി ഒരു പ്ലസ് ചിഹ്നം ഇടുക. വീണ്ടും പേരെഴുതുക. വീണ്ടും ഒരു പ്ലസ് ഇടുക. വീണ്ടും പേരെഴുതുക. അതായത് ആകെ 3 തവണ നിങ്ങളുടെ പേര് ഒരേ വരിയിൽ എഴുതണം. ഓരോ പേരിനും ഇടയിൽ ഓരോ പ്ലസ് ചിഹ്നം ഉണ്ടായിരിക്കണം. ഉദാഹരണത്തിന് നിങ്ങളുടെ പേര് രവി എന്നാണെങ്കിൽ രവി പ്ലസ് രവി പ്ലസ് രവി ഇങ്ങനെ വേണം എഴുതാൻ. ഈ പ്ലസ് ചിഹ്നം പോസിറ്റീവ് എനർജിയെ സൂചിപ്പിക്കുന്നു. അത് നിങ്ങളെ സംരക്ഷിക്കുന്ന കവചമാണ്. അതിന് തൊട്ടു താഴെയായി നിങ്ങളുടെ വയസ്സ് എഴുതണം. ഇപ്പോൾ നിങ്ങൾക്ക് എത്ര വയസ്സായി എന്ന് കൃത്യമായി എഴുതുക. ഇതും 3 തവണ എഴുതണം. പക്ഷേ ഇവിടെ പ്ലസ് ചിഹ്നം ഇടേണ്ട ആവശ്യമില്ല. വെറുതെ 3 തവണ വയസ്സെഴുതിയാൽ മതി. പേരെഴുതിയതിന് നേരെ താഴെയായി വരണം. ഉദാഹരണത്തിന് 30 വയസ്സാണെങ്കിൽ 303030 ഇങ്ങനെ എഴുതുക. ഇനി ഇതിന് താഴെയാണ് നമ്മൾ മാന്ത്രിക വചനങ്ങൾ അഥവാ സ്വിച്ച് വേർഡ്സ് എഴുതാൻ പോകുന്നത്. ഇത് വളരെ ശക്തമായ വാക്കുകളാണ്. നമ്മുടെ ഉപബോധ മനസ്സിനെ ഉണർത്താനും പ്രപഞ്ചത്തിൽ നിന്ന് ഉത്തരങ്ങൾ ലഭിക്കാനും സഹായിക്കുന്ന കോഡുകളാണിവ. ഇംഗ്ലീഷ് വാക്കുകളാണെങ്കിലും നമ്മൾ ഇത് മലയാളം ലിപിയിലാണ് എഴുതേണ്ടത്. ആദ്യത്തെ വാക്കിതാണ് ബൈപ്പാസ് നോ റിവീൽ. ബൈപ്പാസ് നോ റിവീൽ. ഇത് പേപ്പറിൽ എഴുതുമ്പോൾ മലയാളത്തിൽ തന്നെ ബൈപ്പാസ് നോ റിവീൽ എന്നെഴുതുക. എന്താണ് ഇതിന്റെ അർത്ഥം? ബൈപ്പാസ് എന്നാൽ തടസ്സങ്ങളെ മാറ്റി മുന്നോട്ട് പോവുക. നോ എന്നാൽ വേണ്ട. റിവീൽ എന്നാൽ വെളിപ്പെടുത്തുക. അതായത് സത്യം വെളിപ്പെടുന്നതിന് തടസ്സമായി നിൽക്കുന്ന എന്തിനേയും ബൈപ്പാസ് ചെയ്ത് സത്യത്തെ പുറത്തു കൊണ്ടുവരിക എന്നാണ് ഇതിന്റെ അർത്ഥം. നമ്മുടെ സാമാന്യ യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങൾ പോലും സ്വപ്നത്തിലൂടെ വെളിപ്പെടുത്താൻ ഈ വാക്ക് സഹായിക്കും. ഈ വാക്ക് എഴുതിയതിന് തൊട്ടു താഴെയായി ഒരു സംഖ്യ എഴുതണം. ഇതൊരു ഏഞ്ചൽ നമ്പറാണ്. വളരെ ശക്തിയുള്ള അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരു സംഖ്യ. സംഖ്യ ഇതാണ്: 13,78,621. ഇത് അക്കത്തിൽ തന്നെ എഴുതണം. 1 3 7 8 6 2 1. തെറ്റിക്കരുത്. ഓരോ അക്കത്തിനും ഓരോ പ്രകമ്പനമുണ്ട്. ഇത് ബ്ലാക്ക് മാജിക്കിനെ തകർക്കാനും ശത്രുക്കളുടെ മുഖംമൂടി വലിച്ചു കീറാനും സഹായിക്കുന്ന നമ്പറാണ്. അവസാനമായി ഈ സംഖ്യയുടെ താഴെയായി ഒരു വാക്കുകൂടി എഴുതണം. അതാണ് റുക്കുവായ. മലയാളത്തിൽ റുക്കുവായ എന്ന് തന്നെ എഴുതുക. ഇതൊരു പ്രാചീനമായ മന്ത്രവാക്കാണ്. കാണാത്തതിനെ കാണിച്ചു തരാൻ, മറഞ്ഞിരിക്കുന്നതിനെ വെളിച്ചത്ത് കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന വാക്ക്. അപ്പോൾ പേപ്പറിൽ എന്തൊക്കെയാണ് ഇപ്പോൾ ഉള്ളത് എന്ന് ഒന്നുകൂടി പറയാം. ഏറ്റവും മുകളിൽ പേര് പ്ലസ് പേര് പ്ലസ് പേര്. അതിന് താഴെ വയസ്സ് 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 3 തവണ. അതിന് താഴെ ബൈപ്പാസ് നോ റിവീൽ. അതിന് താഴെ 13,78,621. ഏറ്റവും താഴെ റുക്കുവായ. ഇത്രയും എഴുതിക്കഴിഞ്ഞാൽ പേന താഴെ വയ്ക്കുക. എഴുതിയ കാര്യങ്ങളിലേക്ക് 2 നിമിഷം ഉറ്റുനോക്കുക. നിങ്ങളുടെ ആവശ്യം മനസ്സിൽ ഉറപ്പിക്കുക. എനിക്ക് എന്റെ ശത്രുവിനെ കാണണം. അതാരാണെന്ന് എനിക്കറിയണം. ഇനി ആ പേപ്പർ മടക്കാൻ പോവുകയാണ്. പേപ്പർ മടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അത് നിങ്ങളുടെ വശത്തേക്ക്, അതായത് നിങ്ങളുടെ ശരീരത്തിന്റെ ഭാഗത്തേക്ക് വേണം മടക്കാൻ. പേപ്പർ പുറത്തോട്ട് മടക്കരുത്. അറിവ് നമ്മളിലേക്ക് വരണം, സത്യം നമ്മളിലേക്ക് വരണം എന്നതുകൊണ്ടാണ് നമ്മുടെ വശത്തേക്ക് മടക്കുന്നത്. ആകെ 3 തവണ പേപ്പർ മടക്കുക. ചെറിയൊരു പൊതി പോലെ ആക്കുക. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഈ മടക്കിയ പേപ്പർ അന്ന് രാത്രി നിങ്ങൾ കിടന്നുറങ്ങുന്ന തലയിണയുടെ അടിയിൽ വെക്കണം. തലയിണയുടെ അടിയിൽ കൃത്യമായി വെക്കുക. എന്നിട്ട് കിടന്നുറങ്ങുക. കിടക്കുന്നതിന് മുൻപ് എന്റെ ശത്രുവിന്റെ മുഖം എനിക്ക് സ്വപ്നത്തിൽ കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് കിടക്കുക. ഇത് ഒരു ദിവസം മാത്രം ചെയ്താൽ പോരാ. തുടർച്ചയായി 7 ദിവസം ഈ പേപ്പർ തലയിണയുടെ അടിയിൽ തന്നെ വെക്കണം. പകൽ സമയത്ത് പേപ്പർ അവിടെ നിന്ന് മാറ്റേണ്ട ആവശ്യമില്ല. ആരും കാണാതെ അവിടെ തന്നെ ഇരുന്നോട്ടെ. ബെഡ്ഷീറ്റിന്റെ അടിയിലോ തലയിണ ഉറയുടെ ഉള്ളിലോ വെച്ചാലും മതി. ആരും ഇത് കാണാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്ന് മാത്രം. ഈ 7 ദിവസങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. നിങ്ങൾ ഉറങ്ങുമ്പോൾ പല വിധത്തിലുള്ള സ്വപ്നങ്ങൾ കാണും. ചിലപ്പോൾ വിചിത്രമായ സ്വപ്നങ്ങൾ, ചിലപ്പോൾ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ, അല്ലെങ്കിൽ സാധാരണ സ്വപ്നങ്ങൾ. എന്നാൽ ഇതിൽ ചില പ്രത്യേക സൂചനകൾ ഉണ്ടാകും. ഈ 7 ദിവസത്തിനുള്ളിൽ
നിങ്ങളൊരു പ്രത്യേക വ്യക്തിയെ നിങ്ങളുടെ സ്വപ്നത്തിൽ ആവർത്തിച്ച് കാണാൻ സാധ്യതയുണ്ട്. അതാരാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപക്ഷെ ഒരേ വ്യക്തി തന്നെ 3 തവണയിലധികം നിങ്ങളുടെ സ്വപ്നത്തിൽ വരികയാണെങ്കിൽ ഉറപ്പിച്ചോളൂ, ആ വ്യക്തിയാണ് നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നത്. ചിലപ്പോൾ അവർ സ്വപ്നത്തിൽ നിങ്ങളെ ഉപദ്രവിക്കുന്നതായിട്ടാകില്ല കാണുന്നത്. ചിലപ്പോൾ അവർ നിങ്ങളോട് ചിരിച്ച് സംസാരിക്കുന്നതാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണം തരുന്നതാകാം, അല്ലെങ്കിൽ വെറുതെ നോക്കി നിൽക്കുന്നതാകാം. എന്തു തന്നെയായാലും ഒരേ മുഖം, പ്രത്യേകിച്ച് നിങ്ങൾക്ക് സംശയമില്ലാത്ത നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാളുടെ മുഖം ആവർത്തിച്ച് സ്വപ്നത്തിൽ വരുന്നുണ്ടെങ്കിൽ അത് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന മുന്നറിയിപ്പാണ്. ചിലർക്ക് വ്യക്തമായി മുഖം കാണാം, ചിലർക്ക് അവരുടെ പേര് കേൾക്കാം, ചിലർക്ക് അവരുടെ വസ്ത്രങ്ങളോ അവർ ഉപയോഗിക്കുന്ന സാധനങ്ങളോ കാണാം. ഇതെല്ലാം സൂചനകളാണ്. 7 ദിവസം കഴിയുമ്പോൾ, അതായത് 7ാമത്തെ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ പേപ്പർ എടുക്കുക. അത് തുറന്നു നോക്കേണ്ട ആവശ്യമില്ല. ആ പേപ്പർ കത്തിച്ചു കളയുകയോ അല്ലെങ്കിൽ ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കി കളയുകയോ ആരും ചവിട്ടാത്ത മണ്ണിൽ കുഴിച്ചിടുകയോ ചെയ്യുക. അത് നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാം. കത്തിച്ചു കളയുന്നതാണ് ഏറ്റവും എളുപ്പം. ചാരം ഊതിക്കളയാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം നിങ്ങളുടെ മനസ്സിന്റെ സമനിലയാണ്. സ്വപ്നത്തിൽ കണ്ടത് നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തിനെയും അല്ലെങ്കിൽ സ്വന്തം കൂടപ്പിറപ്പിനെയോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ തകർന്നു പോകരുത്. അയ്യോ, ഇവരാണോ എനിക്ക് പണി തന്നത് എന്ന് ഓർത്ത് വിഷമിക്കരുത്. മറിച്ച് സത്യം തിരിച്ചറിയാൻ സഹായിച്ചതിന് ദൈവത്തോട് നന്ദി പറയുക. ഇനി മുതൽ അവരോട് ഇടപെടുമ്പോൾ ഒരു അകലം പാലിക്കുക. അവർ തരുന്ന ഭക്ഷണം കഴിക്കാതിരിക്കുക. അവരോട് നിങ്ങളുടെ സ്വകാര്യ രഹസ്യങ്ങൾ പറയാതിരിക്കുക. സാമ്പത്തിക ഇടപാടുകൾ ഒഴിവാക്കുക. ഇത്രയും ചെയ്താൽ തന്നെ അവരുടെ ദുഷ്കർമ്മങ്ങൾക്കുള്ള ശക്തി കുറയും. നിങ്ങളുടെ ജാഗ്രതയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ രക്ഷാകവചം. ഈ ഒരു ഉപായം വളരെ ശക്തിയുള്ളതാണ്. ഒത്തിരി ആളുകൾ പരീക്ഷിച്ച് വിജയിച്ചതാണ്. ബ്ലാക്ക് മാജിക്കും കൂടോത്രവും ഒന്നും ഇല്ല എന്ന് പറയുന്നവരുണ്ടാകാം. പക്ഷെ അനുഭവിച്ചവർക്കേ അതിന്റെ വേദന അറിയൂ. എല്ലാം ഉണ്ടായിട്ടും ഒന്നുമല്ലാതായി പോകുന്ന അവസ്ഥ, കൈവച്ചാൽ പൊള്ളുന്ന അവസ്ഥ. ഇതിൽ നിന്നൊക്കെ ഒരു മോചനം ആഗ്രഹിക്കുന്നവർക്ക് ഈ വഴി തീർച്ചയായും വെളിച്ചം നൽകും. ഇത് ചെയ്യുമ്പോൾ പേടി തോന്നേണ്ട കാര്യമുണ്ടോ? ഒട്ടും വേണ്ട. ഇതിൽ നമ്മൾ ഒരു ദുർദേവതയെയും വിളിക്കുന്നില്ല. പ്രപഞ്ചശക്തിയോടും മാലാഖമാരോടും മാത്രമാണ് സഹായം ചോദിക്കുന്നത്. അതുകൊണ്ട് ഇത് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ദോഷവും വരില്ല. ധൈര്യമായി ചെയ്യാം. പിന്നെ സ്ത്രീകൾക്ക് ആർത്തവ സമയത്ത് ഇത് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ ഒഴിവാക്കുന്നതാണ് നല്ലത്. ശുദ്ധിയോടുകൂടി മനസ്സ് ശാന്തമായിരിക്കുന്ന സമയത്ത് ചെയ്യുന്നതാണ് എപ്പോഴും ഉത്തമം. 10, 20, 30 തീയതികൾ എന്ന് പറഞ്ഞല്ലോ. അതിൽ 10ാം തീയതി തുടങ്ങിയാൽ അടുത്ത 7 ദിവസം, അല്ലെങ്കിൽ 20ാം തീയതി തുടങ്ങിയാൽ അടുത്ത 7 ദിവസം, അങ്ങനെ കണക്കാക്കിയാൽ മതി. ശത്രുക്കൾ എന്ന് പറയുന്നത് നമ്മുടെ കർമ്മഫലത്തിന്റെ ഭാഗം കൂടിയാണ്. നമ്മൾ മുൻജന്മത്തിലോ ഈ ജന്മത്തിലോ ചെയ്ത കാര്യങ്ങളുടെ ബാക്കി പത്രം. അതുകൊണ്ട് അവരോട് ക്ഷമിക്കുക എന്നതാണ് ഏറ്റവും വലിയ പ്രതികാരം. പക്ഷേ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ വിഡ്ഢിയാവുക എന്നല്ല അർത്ഥം. അവരെ തിരിച്ചറിഞ്ഞ് അവരിൽ നിന്ന് മാറി നടക്കുക. അതാണ് ബുദ്ധി. പാമ്പിനെ കണ്ടാൽ നമ്മൾ അതിനെ കടിക്കാൻ പോകില്ലല്ലോ, മാറി നടക്കുകയേ ഉള്ളൂ. അതുപോലെ വിഷമുള്ള മനുഷ്യരെ കണ്ടാൽ മാറി നടക്കുക. അവരുടെ വിഷം അവർക്ക് തന്നെ വിനയായിക്കൊള്ളും. ഈ രഹസ്യം ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ട്. ഇത് വിവേകത്തോടെ ഉപയോഗിക്കുക. വെറുതെ കൗതുകത്തിന് വേണ്ടി ചെയ്യരുത്. ശരിക്കും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ, വഴിമുട്ടി നിൽക്കുന്നവർ മാത്രം ഇത് ചെയ്യുക. പ്രപഞ്ചം നിങ്ങളെ സഹായിക്കും. സത്യം നിങ്ങളുടെ മുന്നിൽ തെളിയും. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഈ അറിവ് നിങ്ങൾക്ക് കിട്ടിയ വലിയൊരു നിധിയാണ്. ഇത് മറ്റുള്ളവർക്കും ഉപകാരപ്പെടട്ടെ. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക. കാരണം ആരുടെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ അവർ അറിയാത്ത ശത്രുക്കൾ ഉണ്ടാകാം. അവർക്കും ഇതൊരു മോചനമാകട്ടെ. നല്ല കാര്യങ്ങൾ പങ്കുവെക്കുന്നത് വലിയൊരു പുണ്യമാണ്. അതുപോലെ ഒരു പ്രത്യേക കാര്യം കൂടി പറയാനുണ്ട്. വരുന്ന പൗർണമി ദിവസം ഞാൻ ക്ഷേത്രത്തിൽ ഒരു പ്രത്യേക പൂജ നടത്തുന്നുണ്ട്. നക്ഷത്രദോഷങ്ങൾ മാറാനും ശത്രുദോഷം മാറാനും കുടുംബ ഐശ്വര്യത്തിനു വേണ്ടിയുള്ള പൂജയാണ്. ഈ പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തണമെന്ന് ആഗ്രഹമുള്ളവർ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും കൃത്യമായി രേഖപ്പെടുത്തുക. തീർച്ചയായും ഞാൻ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഒപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള അപൂർവമായ അറിവുകളുമായി ഞാൻ വീണ്ടും വരും. എല്ലാവർക്കും ശത്രുദോഷങ്ങൾ മാറി ഐശ്വര്യവും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.